ഹലോ, ഈ എൻജോയ് യുവർ ലൈഫ്. എല്ലാരും ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ടങ്ങള്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു പുൽക്കൂട് വീഡിയോ ചെയ്തിനി. അപ്പം ഇവനും കൂടി പുൽക്കൂട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇവന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളെ അങ്ങാടിയിൽ ഭയങ്കര കച്ചറയാണ്. അപ്പൊ അതിന്റെ ഒരു ഇവന്റെ പേരും കൂടി പറയണമെന്നില്ല. അതിന്റെ ഒരു വീഡിയോ വീണ്ടും ഞങ്ങൾ എടുക്കാണ്. അപ്പൊ ഇല്ല, ഇവന്റെ പേര് നീ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ നീ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പൊ നീ ഒന്നും കൂടി പറയും. ഇവന്റെ പേര് നല്ല പുൽക്കൂട് ഉണ്ടാക്കാൻ സഹായിച്ചവനാണ്. ഓക്കെ, അപ്പൊ നമ്മളെന്താ പറഞ്ഞറിയില്ല. നമ്മള് ഇന്നലെ പുൽക്കൂട് ഉണ്ടാക്കി. ഇന്നലെ എല്ലാം മിനിഞ്ഞാന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് ഈ രൂപീഷിന്റെ വീട്ടിലാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാനും മനുവും കൂടിയാണ് ഇത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മനു ഇന്നലെ അവന് പുൽക്കൂട് അവന്റെ ഇത് ചെയ്യാൻ മറ്റേ എന്താ അതിന് പറയാം, കരോൾ വരണോണ്ട് അവൻ വീട്ടിൽ പോയി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇതായില്ല. അപ്പൊ ഞങ്ങൾ ചെയ്തൊക്കെ വൃത്തിയായെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. നല്ല വൃത്തിയിൽ നിൽക്കുന്നു. അപ്പൊ നമ്മളെ പുൽക്കൂട് ഉണ്ടാക്കിയത് നമ്മളെ ജൂബിഷേട്ടന്റെ വീട്ടിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പുൽക്കൂട്? എങ്ങനെ ഉണ്ടായിരുന്നു? പുൽക്കൂടൊക്കെ ഉസാറായിരുന്നു. പിന്നെ നമ്മളെന്താ പറയാ, മനോജ് എന്ന് പറയുന്ന ആളാണ് അവിടെ വെടിവെട്ടിക്കലും കലാപരിപാടികളൊക്കെ നടത്തിയ ആള്. അപ്പം എല്ലാം ഉസാറായി. ഇതാണ് മനു കൂടെ സഹായിച്ചിട്ടാണെന്ന് ഉണ്ടായത്. മനു, അപ്പം നിനക്ക് രണ്ടു വാക്ക് സംസാരിക്കണം. നീ നല്ലോണം അവിടെ സഹകരിച്ചില്ലേ? ആയിക്കോട്ടെ. നമ്മുടെ കൂട്ടുകാരൻ വന്നപ്പോ അവിടെ ആശാൻ വന്നപ്പോ ആശാന്റെ കൂടെ പോയി ഹെൽപ്പ് ചെയ്തു. പറ്റുന്ന സാധനങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ എന്റെ വാർഡിലെയും കരോള് കറക്റ്റ് ആയിരുന്നു. ഒരേ സമയത്താണ് കരോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നിന്റെ പേര് വരാത്തത്. അപ്പൊ നീ ഒരു പൊട്ടിക്ക് ഒതുങ്ങ്. മനേടാ, എങ്ങനെ ഉണ്ടായിരുന്നല്ലേ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ? വെടിക്കെട്ട് കുഴപ്പമില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കരോള് വരുമ്പോഴേക്കും ഞാന് നമ്മുടെ പടക്കശാല റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ കരോള് വരാൻ ലേശം വൈകിയുണ്ട്. ലേശം തണുത്തു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും തീ കൊടുത്തു. പക്ഷെ ഈ സാധനം മുകളിലേക്ക് പോകാത്തതിന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ജൂബിഷ് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ നോക്കരുത്, ചിലപ്പോ ഈ സാധനം ഒന്ന് മൊത്തത്തേക്ക് ഇതാവുന്നു. അതിൽ ഞാൻ മാറിയിരുന്ന് ഇങ്ങനെ ഞാൻ തീ കൊടുത്തത്. എന്തായാലും പൊട്ടി സാധനം റങ്കായി, സംഭവം സൂപ്പറായി. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്നലത്തെ നമ്മളെ പരാതി നമ്മൾ തീർത്താണ്. അപ്പൊ നമ്മളെ മനുവേട്ടനും ഉണ്ടായിരുന്നു, കില്ലനേട്ടൻ ഉണ്ടായിരുന്നു. കില്ലനാണ് മെയിൻ കലാകാരൻ നമ്മളെ. ഓക്കെ, അപ്പൊ എല്ലാരും നമ്മളെ ടീംസിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഹാപ്പി ക്രിസ്മസ്, എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, റെഡി അല്ലേ?